The God who changed our destiny. ദൈവം നമ്മുടെ തലവിധികളെ മാറ്റി എഴുതുന്ന ദൈവമാണ്. ലോകം നിങ്ങളുടെ കുലം നോക്കും, നിങ്ങളുടെ പേര് നോക്കും, നിങ്ങളുടെ പ്രസ്റ്റീജ് നോക്കും, നിങ്ങളുടെ പ്രിവിലേജ് നോക്കും, നിങ്ങളുടെ ജോലി നോക്കും, സമൂഹത്തിലുള്ള നിങ്ങളുടെ സ്ഥാനമാനങ്ങളെ നോക്കും, നിങ്ങൾ ആരുടെ മകൻ, എവിടെ നിന്ന് വന്നു, എന്താണ് നിന്റെ സാഹചര്യം നോക്കും. ഇതെല്ലാം നോക്കി മാത്രമാണ് നിന്നെ പിന്തുടരുവാനിട വരുന്നത്. എന്നാൽ എൻ്റെ കർത്താവ് നിന്റെ സാഹചര്യങ്ങൾ എത്ര തകർച്ചയുള്ളതാണെങ്കിലും എത്ര താഴ്ചയുള്ളതാണെങ്കിലും നമ്മളെ മറ്റുള്ളവർ മുമ്പാകെ എടുത്തു കാണിക്കത്തക്ക നിലയിൽ യാതൊരു യോഗ്യതയില്ലെങ്കിലും അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുമാറാക്കുന്ന ദൈവം എന്നോടും നിങ്ങളോടും കരുണ കാണിച്ചാൽ മറ്റാർക്കും അതിനെ തടുക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. നിങ്ങൾക്കറിയാം, കാനാവിൽ 6 കൽപാത്രങ്ങളുണ്ടായിരുന്നു. ആ കൽപാത്രങ്ങളുടെ പ്രത്യേകത, അതിനെ ആരും അധികം ശ്രദ്ധിച്ചു കാണത്തില്ല. കുട്ടികൾ അത് കളിക്കുന്നവർ, കല്യാണത്തിന് വരുന്നവർ സാധാരണ ഈ പാത്രങ്ങളുടെ ചുറ്റും പറ്റും ഓടി നടന്ന് കളിക്കാറുണ്ടായിരിക്കും. ചിലപ്പോഴൊക്കെ അവർ ചവിട്ടിയേക്കാം, തള്ളിയേക്കാം, ഈ പാത്രം മറിഞ്ഞു വീണേക്കാം. പിന്നെയും എടുത്ത് അതേ സ്ഥാനത്ത് തന്നെ വെച്ച് അനേക ആൾക്കാർ അതിനകത്ത് വെള്ളം പകർന്നേക്കാം. വെള്ളം പകർന്ന് ആ വെള്ളത്തിൽ നിന്ന് കാല് കഴുകി അനേക ആളുകൾ കല്യാണപ്പുരയ്ക്കകത്ത് പോയേക്കാം. അവര് ആവശ്യത്തിന് ആഹാരം കഴിച്ച് സന്തോഷിച്ച് മടങ്ങി വന്നേക്കാം. ഇങ്ങനെ എത്രയോ അനുഭവം ജീവിതത്തിൽ ഈ പാത്രത്തിന് പറയാനുണ്ട്. കല്യാണ സ്ഥലങ്ങളിൽ പോയിരുന്നുള്ള പരിചയം ഈ പാത്രത്തിനുണ്ട്. പക്ഷെ ഒരു കല്യാണ പുരയ്ക്കകത്തും കയറിയ പരിചയം ഈ പാത്രത്തിനില്ല. എന്നാൽ അവഗണിക്കപ്പെട്ട, ആരും ശ്രദ്ധിക്കാതിരുന്ന, നിയമം കൊണ്ട് ബന്ധിക്കപ്പെട്ട ഈ പാത്രം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ നിയമമെന്ന് യഹൂദിൻ്റെ നിയമം അനുസരിച്ച് നിയമത്താൽ ബന്ധിക്കപ്പെട്ടതുകൊണ്ട് അകത്ത് കയറുവാൻ അനുവാദമില്ലാതെ എല്ലാവരുമാലും അവഗണിക്കപ്പെട്ട ചില പാത്രങ്ങളായി എന്നും ഓരോ സ്ഥലങ്ങൾ മാറി മാറിയിരിക്കുമ്പോഴും പുരയ്ക്കകത്ത് കയറുവാൻ അനുവാദമില്ലാതെ പുറം പറമ്പിൽ കിടന്ന ഈ പാത്രത്തോട് ചോദിച്ചാൽ ആ പാത്രം ഒരു സാക്ഷ്യം പറയും. കാണേണ്ടവൻ എന്നെ കണ്ടു, തൊടേണ്ടവൻ എന്നെ തൊട്ടു, അറിയേണ്ടവൻ എന്നെ അറിഞ്ഞു, പറയേണ്ടവൻ എന്നോട് പറഞ്ഞു, കൽപ്പിക്കേണ്ടവൻ ചിലരോട് കൽപ്പിച്ചു. എൻ്റെ അകത്തളത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു. ഇതുവരെയും പറന്നിട്ടുള്ളത് പച്ചവെള്ളമാണെങ്കിൽ ഇന്നും പകർന്നത് പച്ചവെള്ളമാ. പക്ഷേ ആരോ കൽപ്പിച്ചിട്ടാണ് അതിനകത്ത് പച്ചവെള്ളം പകർന്നത്. പക്ഷേ ആ കൽപ്പിച്ചവൻ്റെ ശക്തി എപ്പോൾ വ്യാപരിച്ചു എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അകത്തളത്തിൽ വലിയൊരു മാറ്റമുണ്ടായി, എനിക്കൊരു നിറമുണ്ടായി, എനിക്കൊരു രുചിയുണ്ടായി, എനിക്ക് ഗുണമുണ്ടായി. എൻ്റെ അകത്തളത്തിൽ മാറ്റം വന്നപ്പോൾ എൻ്റെ സ്ഥാനത്തിനും മാറ്റമുണ്ടായി. വിശ്വസിക്കുന്നവരെന്ന് സ്തോത്രം ചെയ്താട്ടെ. മനുഷ്യൻ്റെ അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങൾക്കോ മെഡിക്കൽ സയൻസിനും വൈദ്യശാസ്ത്രത്തിന് ഓപ്പറേഷൻ്റെ മുറിവുകളെ തുന്നിക്കെട്ടാൻ സാധിച്ചേക്കാം. ചില നാളുകൾക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ സാന്നിധ്യത്താൽ അതിനെ സൗഖ്യമാക്കാനും പറ്റിയേക്കാം. പക്ഷേ ഒരു മനുഷ്യനും തുന്നിക്കെട്ടാൻ കഴിയാത്ത ഒരു മുറിവുണ്ട്. അതാണ് ഹൃദയത്തിൻ്റെ മുറിവ്, മനസ്സിൻ്റെ വേദന. ഇന്ന് പകലിൽ മാനസികമായി വേദനപ്പെട്ട് ഉള്ളു നുറുങ്ങിയവളെ പോലെ, നുറുങ്ങിയവനെ പോലെ ദൈവസന്നിധി വിഷയങ്ങളുടെ മധ്യത്തിൽ ഭാരത്തോടെ ഇരിക്കുന്ന നിന്നെ നോക്കി പരിശുദ്ധാത്മാവ് ഒരു പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ ഹൃദയത്തിന്റെ വേദന ഓപ്പിയെടുക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് മഹത്വത്തിന്റെ പ്രത്യാശിയായ ക്രിസ്തു. ചിലർ നിന്നെ പരിഗണിക്കത്തില്ല, ചിലർ നിന്നെ അവഗണിച്ചേക്കാം, ചിലർ നിന്നെ മാറ്റി നിർത്തിയേക്കാം, ചിലർ നിന്നെ ശ്രദ്ധിച്ചില്ലെന്ന് നടിച്ചേക്കാം. പലരുടെയും ഭാവങ്ങൾ നിന്റെ മുഖത്ത് വേദനകൾ വിരിയിച്ചേക്കാം. പക്ഷേ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, കാണേണ്ടവൻ നിന്നെ കണ്ടാൽ, അറിയേണ്ടവൻ നിന്നെ അറിഞ്ഞാൽ, ഓർക്കേണ്ടവൻ നിന്നെ ഓർക്കാൽ, മറക്കത്തില്ലെന്ന് പറഞ്ഞവൻ നിന്നെ മറക്കാതിരുന്നാൽ, കൈവിടില്ല എന്ന് പറഞ്ഞവൻ നിന്നെ കൈപിടിച്ചാൽ, ആർക്കും നിന്നെ മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു ശ്രേഷ്ഠ പദവിയിലേക്ക് സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന ദൈവമാണ്.